സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മകളാണ് ഫാത്തിമ. അത് ഏറ്റവും വലിയ സ്നേഹം കൂടുതലാണ്, വലിയ മഹബത്താണ്. എന്താ കാരണം? മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് 4-2 6 മക്കളെ അല്ലാഹു തആല നൽകിയത്. ഖദീജ ബീവിക്കാണ് 4-2 6 മക്കളെ സമ്മാനിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, മറ്റൊരാളിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി 4 ഖുതൂത്ത്. ഒരിക്കൽ ഭൂമിയിൽ 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബാക്കൾ പറയുകയുണ്ടായി, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾ അറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 1-ാമത്തെ വരയിൽ വിരൽ വെച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. സ്വർഗ്ഗലോകത്തെ പ്രഥമ വനിത ആരാണ്? സ്വർഗ്ഗലോകത്തെ ശ്രേഷ്ഠയായ വനിത ആരാണ്? അത് ഖദീജയാണ്. അതെന്റെ ഭാര്യയാണ്, അതെന്റെ മുത്താണ്, എന്റെ പ്രഥമ വനിതയാണ്, പ്രഥമ ഭാര്യയാണ് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അവളാണ് സ്വർഗ്ഗലോകത്തിലെ പ്രിയങ്കരിയാണ്, പ്രഥമയായ സ്വർഗ്ഗ സ്ത്രീ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ആസിയത്തു ബിൻതു മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയാണ്. 2-ാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വർഗ്ഗലോകത്തിലെ പെണ്ണാണ്, സ്വർഗ്ഗ സ്ത്രീയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങളെ കണ്ടിട്ടില്ല ആസിയ ബീവിയെ. ഫറോവയുടെ ഭാര്യയാണ് ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഫറോവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്ന ആധുനിക ഫറോവമാരെ പോലെ അന്ന് നിലനിന്നിരുന്ന ഫറോവയായിരുന്നു ആ ലഅനത്താക്കപ്പെട്ട പഹയൻ ഫറോവ. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് വാദിച്ചിരിക്കുകയും ഞാനല്ലാതെ രക്ഷിതാവുണ്ടെന്ന് ആര് പറഞ്ഞാലും അവരുടെ തല കൊയ്തെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ വൃത്തികെട്ടവനായിരുന്നു ഫറോവ. ആ ഫറോവയുടെ കോട്ടകൊത്തളങ്ങളിൽ കിടന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചവളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത റളിയല്ലാഹു അൻഹാ. ആ മാഷിത്ത റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഷിത്ത ബീവിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഫറോവയുടെ കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്നു പാറാവുകാരന്റെ ഭാര്യയായ മാഷിത്ത ബീവി. അള്ളാഹു ഇസ്ലാം കൊടുത്ത് ആദരിച്ചപ്പോ മാഷിത്ത മുസ്ലിമാ എന്ന വാർത്ത കേട്ടപ്പോ ഫറോവ അവളെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. മാഷിത്ത ബീവിയുടെ കുഞ്ഞുമക്കള് 2ഉം 3ഉം ഉള്ള ചെറിയ ചെറിയ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമക്കളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ കയ്യിലുണ്ടായിരുന്നത്. മാഷിത്ത ബീവിയോട് ഫറോവ വന്നിട്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ മാറാൻ നീ തയ്യാറുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്റെ മേൽ നടപടിയെടുക്കാൻ ഫറോവ, ഞാൻ ഈ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് മാറുകയില്ല. പരിശുദ്ധ പ്രവാചകന്റെ ഇസ്ലാമിക ഈ ആദർശത്തെ പൽകിയ എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് കേവലം മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടാൻ നാണമില്ലാതെ കൂസലില്ലാതെ ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്താനും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാല് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് സുജൂദി ചെയ്ത നെറ്റിത്തടത്തിലെ ഭസ്മം വാരിത്തേക്കാനും മടിയില്ലാത്ത മുസ്ലിം പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയാണ് മഹദിയായ മാഷിത്ത ബീവി. മാഷിത്ത ബീവിയോട് ഫറോവ പറയുകയാണ്, ഇസ്ലാമിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപനം നടത്തിയപ്പോ മാഷിത്ത ബീവിയെ ഒരു അഗ്നികുണ്ടാരത്തിന്റെ അരികിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. മാഷിത്ത ബീവിയോട് ചോദിക്കുകയാണ്, ഫറോവ വീണ്ടും ചോദിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മൂസാ നബിയെ വിശ്വസിക്കുന്നു, ഒരിക്കലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറകോട്ടില്ല, അതിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചോര കുഞ്ഞുങ്ങളെ ആയ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ പിഞ്ചു പൈതല എടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ വെച്ച് ഇവനെ അറുത്തു മാറ്റും. ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും ഇണക്കമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും വാത്സല്യമുണ്ടോ? മാഷിത്ത, നീ ഇസ്ലാമിൽ നിന്ന് മാറണേ മാറണേ. ഇല്ല, ഓരോ കുഞ്ഞുങ്ങളെയും വെട്ടിമുറിച്ചിടുകയാണ്. 3-ാമത്തെ പൈതലാണ്, അത് പാല്
കുടിക്കുന്ന കുഞ്ഞു മൈതലാണ്. ആ പൈതലിനെ അറുക്കുന്നതിന് വേണ്ടി ഫറോവ ചെവിയിൽ പിടിച്ചുയർത്തിയപ്പോ മാഷിത്താ ബീവി പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, എന്ത് ക്രൂരതയാണ് ഞാൻ ഈ കാണുന്നത് പടച്ചവനെ. ഉടനെ അതാ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുപോലെ സംസാരിക്കുകയാണ്. ഉമ്മാ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ് ഉമ്മ. അൻതി അലൽ ഹഖ് യാ ഉമ്മി, എന്റെ ഉമ്മ, നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഇന്ന് നിങ്ങൾ വധിക്കപ്പെട്ടാലും, ഇന്ന് നിങ്ങൾ കത്തിക്കപ്പെട്ടാലും, ഇന്ന് ചാരമാക്കപ്പെട്ടാലും, നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു വന്ന ഈ പിഞ്ചു പൈതലായ എന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഷണം കഷണമായി തുണ്ടമായി മുറിക്കപ്പെട്ടാലും എന്റെ ഉമ്മ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോകരുതേ. ആ ഒരു പാരമ്പര്യമല്ലേ പട്ടിണി കിടന്ന പാവപ്പെട്ടവരായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നിരത്തിയിട്ട് കഷണം കഷണമായി വെട്ടിമുറിച്ചിട്ട് പോലും അല്ലാ 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 എന്ന വാക്കല്ലാതെ റോഹിംഗ്യൻ മുസ്ലിം പെണ്ണുങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതാണ് ആദർശം, അതാണ് ആദർശം. എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ, നാണമില്ലാത്ത മുസ്ലിം പെണ്ണെ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജീവിച്ചു വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ശരീഅത്തിനെ പണയപ്പെടുത്തിയിട്ട് കുഫാറുകളോടൊപ്പം, മുശ്രിക്കീങ്ങളോടൊപ്പം, മുനാഫിക്കീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോകാൻ നാണമില്ലേ പെണ്ണെ, നാണമില്ലേ? നാളെ നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുകയില്ല. നാളെ നീ കാഫറത്തായി ചത്തുപോയാൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്ത് നിനക്ക് നല്ല ഒരു ഇസ്ലാമിക പേര് നൽകി നിന്നെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിച്ച് 5 നേര നമസ്കാരമുള്ളവളായി മാറി, റമദാനിലെ നോമ്പെടുത്തവളായി മാറി, ഈ പരിശുദ്ധമായ ആശയ ആദർശങ്ങളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കുറവന്മാരെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു മുശ്രിക്കീങ്ങളെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു കുഫാറുകളെ കണ്ടപ്പോ, എന്റെ പൊന്നുപെങ്ങളെ, നിന്റെ ആദർശം മുഴുവനും നീ പണയപ്പെടുത്തിയില്ല മോളെ. നാളെ നീ പ്രതീക്ഷിക്കുന്നത് നരകമാണ്. ഒരിക്കലും നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കാരണം 1, ഇസ്ലാമിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ, 2, നിന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചതിന്റെ പേരിലാണ്. 18 വയസ്സ് വരെ 20 വയസ്സ് വരെ താലോലിച്ചു വളർത്തിയ നിന്റെ പൊന്നുപ്പ, നിന്റെ പൊന്നുമ്മ, അവരെ വഞ്ചിച്ചുകൊണ്ടല്ലേ പെണ്ണെ ഇന്നലെ നീ കോളേജിൽ കണ്ട ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടുന്നത്? ഏതെങ്കിലും ബസ് കണ്ടക്ടർമാരെ, ബസ്സിലെ കിളികളെ കണ്ടിട്ട്, ബസ്സിലെ ഡ്രൈവർമാരെ കണ്ടിട്ട് പെടുത്താൽ പോലും കഴുകാത്ത, ശുദ്ധി എന്തെന്ന് പോലും പഠിപ്പിക്കപ്പെടാത്ത ആ വൃത്തികെട്ടവരോടൊപ്പം കഴുകി ശുദ്ധിയാക്കി സൂക്ഷിച്ചു വെച്ച നിന്റെ ഈ ഔറത്ത് തുറന്നു കൊടുക്കാൻ എന്റെ പൊന്നു പെങ്ങളെ, നാണമില്ലേ, നാണമില്ലേ? മാഷിത്താ ബീവിയിലേക്ക് നീ ഒന്ന് നോക്കണേ. മാഷിത്താ ബീവിയെ 6 കൊല ചെയ്തിട്ട് പോലും മാഷിത്താ ബീവി പറയുകയാണ്, ഞാൻ മൂസായിൽ വിശ്വസിക്കുന്നു ഫറോവ, എന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു ഫറോവ, നീ റബ്ബല്ല ഫറോവ, റബ്ബല്ല ഫറോവ. അവളുടെ വാക്ക് കേട്ട് പഠിച്ചവളാണ് ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫത്തല ഫിർഔനു അലാ ആസിയ, ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇതാ കടന്നു വരികയാണ് ഫറോവ. കടന്നു വന്നുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയായ ആസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മഹദിയായ ആസിയ ബീവിയെ കുറിച്ച് ഭൃത്യന്മാരെ പറഞ്ഞത് നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളാണ്. കാരണം ഫറോവയുടെ ഭാര്യയാണ്, ഫറോവയുടെ ഭാര്യയാണ്, യജമാനന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നന്മയല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ ഫഅസ്നൗ അലൈഹാ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, ഇന്നഹാ തഅബുദു ഗൈരി, അവൾ ഞാനല്ലാതെ ഒരു ശക്തിയെ ആരാധിക്കുന്നു പോൽ, ഞാനല്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നു പോൽ, അത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉടനെ ഫറോവയുടെ കിങ്കരന്മാര് പറയുകയാണ്, ഉഖ്തുൽഹാ, അവളെ തട്ടിക്കളയണേ ഫറോവ, അവളെ കൊന്നുകളയണേ ഫറോവ. അങ്ങനെ വജഅല ഉത്താദൻ അലൈഹാ ഫസ്തദ്ദ അലൈഹാ, അവളെ മലർത്തി കിടത്തുകയാണ്, കൈകാലുകളിൽ ആണിയടിക്കുകയാണ്. ഫറോവ അടുത്തേക്ക് വന്നിട്ട് ഫറോവ ചോദിക്കുകയാണ്, ആസിയ, ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് മാറാൻ നീ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് മാറാൻ പിന്തിരിയാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്കെല്ലാ ഭൗതികമായ സുഖാഡംബരങ്ങൾ നിനക്ക് ഞാൻ നൽകാമെന്ന് ഫറോവ ആസിയ ബീവിയോട് പറഞ്ഞപ്പോ, റബ്ബി
ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ഫറോവയുടെ ഈ ഭയാനകതയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എനിക്ക് നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരു വീട് നൽകണേ അല്ലാ. നിന്നെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ ഫറോവ എന്നെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്. ഫറോവ ആദം ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വേദനിപ്പിച്ചത് വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ്, വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ വിന്യസിച്ചുകൊണ്ടാണ്. ഭയങ്കരമായ വെയിലിൽ കൊടും ചൂടിൽ കൊണ്ടുപോയി ഫറോവ ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വിവസ്ത്രയാക്കി മലത്തി കിടത്തുന്ന സമയത്ത് പോലും ആ ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആകാശത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. ഫളഹിഖത്ത് ആസിയ, ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഈ ഫറോവ തന്റെ അനുയായികളെ നോക്കിയിട്ട് പറയുകയാണ്, അലാ തഅജബൂന മിൻ ജുനൂനിഹാ. ഏ ഭൃത്യന്മാരെ, ഏ ശിഷ്യഗണങ്ങളെ, ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്നാലനുഅസിബുഹാ വഹിയ തൽഹഖു. നാം അവളെ വേദനിപ്പിക്കുമ്പോ അവളിതാ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? അത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിച്ചതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വറഅത് ബൈതഹാ ഫിസ്സമാ. മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് തരണമേ അല്ലാ. നിനക്ക് വേണ്ടിയാണ് ഈ പീഡനങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോ സ്വർഗലോകത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ മുന്നിൽ തന്നെ ആ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസിയ ബീവി ചിരിച്ചത്. ആ ചിരിയാണ് ഫറോവയെ പോലും അത്ഭുതപ്പെടുത്തിയത്. ഒരു കാഫിറിന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടുന്നതെങ്കിൽ എന്റെ പൊന്നുമോളെ, അല്ലാഹു നിന്നെ വെറുതെ വിടുകയില്ല മോളെ. വാപ്പായെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഉമ്മയെ വഞ്ചിച്ചതിന്റെ പേരിൽ, ഈ ഇസ്ലാമിക ആദർശം പണയപ്പെടുത്തിയതിന്റെ പേരിൽ, ഈ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചീഞ്ഞഴുകിയവളായി ഈ ദുനിയാവിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ അല്ലാഹു നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ആഖിറത്തിലെത്തിയാലോ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയത്തം മിൻ റഹ്മത്തില്ലാ. നാളെ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെടും, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, വിദൂരമാക്കപ്പെട്ടവളാണ്. നാളെ അങ്ങനെയാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ടല്ലേ എന്റെ മുസ്ലിം പെണ്ണേ നീ അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടുന്നത്? ഒരു 10 മിനിറ്റ് സമയം ഒളിച്ചോടുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് ചാടിക്കോ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ഉമ്മയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ആങ്ങളമാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ കുഞ്ഞനുജത്തിയെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ മഹല്ല് നിവാസികളെ ഞാൻ വഞ്ചിച്ചിട്ട് പോയാൽ, മദ്രസയിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദന്മാരെ വഞ്ചിച്ചിട്ട് പോയാൽ എൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കുമല്ലാ? എനിക്കത് നഷ്ടമായിരിക്കുമല്ലാ. ഇല്ല പടച്ചവനേ, ഇല്ല പടച്ചവനേ, വേണ്ട അല്ലാ, എൻ്റെ അവിവേകം നീ പുറത്തുതാ പടച്ചവനെ, എൻ്റെ അതിബുദ്ധി നീ മാപ്പാക്കണേ പടച്ചവനെ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കടി പെണ്ണേ, എങ്കിൽ അല്ലാഹു നിനക്ക് മഗ്ഫിറത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ തീയാണ് വീഴുന്നത്. അത് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ നീ മരിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല.
മാതാപിതാക്കളെ മാത്രമല്ല ഇസ്ലാമിനെ കൂടിയാണ് നീ വഞ്ചിക്കുന്നതെന്ന് ആര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വരിയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സ്വർഗത്തിലെ രണ്ടാമത്തെ പെണ്ണ് ആസിയത്തു ബിന്ത് മുസാഹിം ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവി സ്വർഗത്തിലാണ്. ആ ഒരു പദവി വേണോ? ആ ഒരു പദവി വേണോ? നീ കെട്ടിക്കാൻ പ്രായമായോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആക്രാന്തം മൂത്തോ? വാപ്പയോട് പറ എന്നെ കെട്ടിച്ചുവിടാൻ പറ. നടക്കുന്നില്ലേ? സംഘാടകരോട് പറ എന്റെ വാപ്പാക്ക് എന്നെ കെട്ടിച്ചുവിടാൻ കഴിവൊന്നുമില്ല, എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണം, എനിക്ക് 18 വയസ്സായി, ഞാൻ തെറ്റിലേക്ക് പോകും ഉറപ്പാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വന്ന് പറ. ഇൻഷാ അല്ലാഹ് അവർ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നീ ഒളിച്ചോടണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം 72ഓളം പെണ്ണുങ്ങളെ ഈ മണ്ണിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഭാഗ്യല്ലേ? നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ തയ്യാറായി വരുമ്പോൾ എന്തിനാണ് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത്? എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് എന്ത് നേട്ടം? എന്ത് നേട്ടം? 2 തുള്ളി ഇന്ദ്രിയം, ആർക്കും വേണ്ടാത്ത ചീഞ്ഞഴിഞ്ഞ വാളെടുക്കുന്ന നാറ്റം പിടിക്കുന്ന സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമത്തെ മുഴുവനും ചവിട്ടി തേച്ചിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടി പോകുന്നത്. ഇപ്പോ ആർക്കൂടെ ഇഷ്ടം? ആസിയ ബീവിയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. സ്വർഗം കണ്ടിട്ട് മരിച്ചു. റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തുമുറിച്ച് മീൻ മുറിക്കുന്ന പോലെ അറുത്തുമുറിച്ചിട്ട് പോലും അവരുടെ നാവിൽ നിന്ന് വന്ന് അള്ളാഹ് എന്നാണ്. അവർ പറഞ്ഞ വാക്ക്, നീ ബുദ്ധമതക്കാരനാവോ, ബുദ്ധമതക്കാരിയാവോ? ഇല്ല, അല്ലാ അല്ലാ അല്ലാ, അതല്ലാതെ അവർക്കൊന്നും പറയാറിയില്ല. ആ വാക്കോടുകൂടിയാണ് അവർ മരിച്ചത്. തീർച്ച നാളെ ആസിയ ബീവിയുടെ പോലെ സ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ആ ആദർശം പോലെ നിനക്കില്ലാതെ പോയല്ലോ. എന്നാ പണ്ടാരെ ഒളിച്ചോടി പോയ മുസ്ലിം ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഇത് നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒളിച്ചോടി പോകുന്ന തുരുമ്പ് പിടിച്ച മൽകാട് പിടിച്ചവന്മാരെ പോലുള്ള സാധനം. ഒരു കാശിന് കാണാൻ കൊള്ളൂല്ലപ്പ ഈ സാധനങ്ങളൊക്കെ. അവിടെയും തള്ളി ഇവിടെയും തള്ളി കണ്ണും തള്ളി അവിടേക്ക് ഈ സാധനത്തിനെ കണ്ടാൽ തന്നെ എന്തിഷാറാവോ പോലും ഇല്ല. ഇതിൻ്റെ കൂടെ ഈ ഒളിച്ചോടി പോണൊക്കെ ഇവിടെ എന്ത് കണ്ടിട്ടായി പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സംഭവം പിടിച്ചാൽ ഇത് നല്ല സാധനങ്ങളുടെ കൂടെ എത്രയോ നല്ലവന്മാരുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ നല്ല കുണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മമാരുടെ കൂടെ പോകില്ല, അവരുടെ പോവാതെ ഈ ഈ പിന്നെ സാധനത്തിൻ്റെ കൂടെ കുളിച്ചു. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മൊത്തം അങ്ങനെ തന്നെ ഇല്ല ഉസ്താദേ. ഫോട്ടോയിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എന്താപ്പോൾ ഇതിനകത്ത് ഇത്ര വല്ല ടേസ്റ്റ് ഇരിക്കുന്ന? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്ന് രുചി നോക്കാറുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഇതിനും വേണ്ടി എന്താ ഇത്രയും സാധനം എന്നറിയില്ല. ഇസ്ലാമിനെ നാണം കെടുത്തി, ആലിമീങ്ങളെ നാണം കെടുത്തി, ദീനിനെ നാണം കെടുത്തി, ഉമ്മയെ കോടതിയിൽ പോയിട്ട് പറയുക, എൻ്റെ ഉപ്പയോട് പോകണോ ശശിയോട് കൂടി പോകണോ? ഓ എനിക്ക് ശശിയോട് കൂടെ പോയാൽ മതി. നീ ശശിയാവും എത്രയും പെട്ടെന്ന്, നീ ശശിയാവും. താമസം പിന്നെ നീ ശശിയാവും അല്ലേ? ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല. ലാ തഖൂമുസ്സാ ഹത്താ തൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കീങ്ങളാവാതെ ലോകം അസ്തമിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ഹത്താ തഅബുദ നിസാ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല അലൈഹിസ്സലാം അൽയാത നിസാ ഉമ്മതി അൽ ഔസാൻ. എന്റെ ഉമ്മത്തികളായ സഹോദരിമാർ പെണ്ണുങ്ങളുടെ പൃഷ്ഠഭാഗം ബിംബത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആശയം മനസ്സിലായില്ല? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മുസ്ലിം പെൺകുട്ടികൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് മറ്റേൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വരച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാപ്പ കഴിച്ചു കൊടുക്കും, പിന്നെ ഉമ്മ കഴിച്ചു കൊടുക്കും. ശൈത്താൻ, നീ മാരകമായ രോഗം പിടിച്ചേ ചാവുള്ളൂ ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയമില്ല. അഴുകും കിടന്ന് പുഴുവരിക്കും. അവന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്കിയിടും. പട്ടി കടിച്ചു കീറും, നിന്നെ പട്ടി കടിച്ചു കീറും. അതിലേ കൂടെ വാപ്പ പോയാൽ പോലും തുപ്പിക്കളയും. നിന്നെ എനിക്ക് വേണ്ട, വാപ്പ പോലും തുപ്പിക്കളയും. മയ്യത്ത് സ്കരിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് പൊതിയാൻ ഭാഗ്യമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു മഗ്ഫിർ ലഹാ, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയാൻ ഒരു മനുഷ്യന് ഈ ഭൂലോകത്തുണ്ടാവുകയില്ല. പന്നിയേക്കാൾ നികൃഷ്ടയായിട്ട് ചാവും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. സമയായോ? 11:30 ആയി. ഇനി എത്ര മണിയാ? സുബഹി വരെ ഉണ്ടോ സമയം? നല്ല ആൾക്കാർ തന്നെ. 2 വരെയായി, 2 വര. അപ്പം 2ാമത്തെ വരെ മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ഒളിച്ചോടാൻ നിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ കേട്ടോ.
ഇത് മനസ്സിലായിട്ട് ഒളിച്ചോടിക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾക്ക് നല്ല ദുആ ഇറക്കുന്നുണ്ട്. എന്തിനാ അറിയാമോ? ഒന്നീ ഇസ്ലാമിലേക്ക് ഇല്ലെങ്കിൽ നീ പുഴുത്ത് ചാവും, ഉറപ്പാ, യാതൊരു സംശയമില്ല. എന്തേ ഉറപ്പ് തന്നെയല്ല. കാരണം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ഈ ഉമ്മത്ത് എന്ത് കണ്ടിട്ടായി ഒളിച്ചോടുന്നത്, എന്ത് കണ്ടേ ഒളിച്ചോടുന്നത് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നല്ല പൂവമ്പഴം പോലുള്ള സാധനങ്ങളായി പോകുന്നത്. ഇവിടെ പ്രസംഗിച്ച് ഖുർആനും തീർന്ന് ഹദീസും തീർന്നു, ഇനിയൊന്നും പ്രസംഗിക്കാനില്ല. എന്നിട്ട് ഓട്ടത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഞാൻ മാഹിയിൽ ഇപ്പോൾ അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പോകാം. മാഹി തലശ്ശേരി അവിടെയാണ് ഉള്ളത്. 5 എണ്ണം അവിടെ നിന്ന് ഒളിച്ചോടിയെന്ന്. ഇനി 7 എണ്ണം കട്ടപ്പുറത്തിരിക്കുക ചാടാൻ വേണ്ടിയിട്ട്. എന്നെ വാതിന് വിളിച്ചേക്കുകയാണ്. ഉസ്താദ് എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഇപ്പുറത്തോട്ടാക്കി തരും. എന്താ സംഭവം? നമ്മുടെ കൂടെ അങ്ങനെ ഒളിച്ചോടും അതുമില്ല. നമ്മളോട് അവരില്ലല്ലോ സംഭവം. നമ്മളെ കണ്ട ഭയങ്കര അതബ് മര്യാദ എല്ലാം മൂടിങ്ങാണത്, പൂത നടക്കുന്ന പോലെ. മറ്റേൻ്റെ മുന്നിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഒന്നുമില്ല, എല്ലാം തുറന്ന് ഇതെന്താ ഞങ്ങൾ മലക്ക? അവന് മനുഷ്യരാ? നമ്മൾ മലക്കള? അല്ല നമ്മളെ സഹായിക്കാൻ ചെയ്യുന്ന പണിയാ. ഇവളെങ്ങാനും കണ്ട് നമ്മൾ ഇനി ലൈനടിച്ച് അടങ്ങാറാവാതിരിക്കാൻ വേണ്ടി നമ്മളെ കാണിക്കുമ്പോൾ മലക്ക് ഓടി വന്നിട്ട് അവളെ കൊണ്ടെല്ലാം അങ്ങ് മൂടിക്കും. അപ്പം നമ്മളും മിണ്ടാടകം, നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അല്ല നമ്മുടെ മുന്നിലെങ്ങാണ് ജിമിക്ക് എന്ന് പറഞ്ഞിങ്ങനെ വന്നാ നമ്മൾ തീർന്നു. മൊയിലാരും നിസ്കാരവും പോയി ഇബാദത്തും പോയി അള്ളാഹു അക്ബർ കൈകെട്ടിയാൽ പിന്നെ ജിമിക്ക് തന്നെയല്ല ഓർമ്മ വരുള്ളൂ. കാരണം ഈ സാധനം കാണാൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ ചിന്ത പോകില്ല. അത് അങ്ങനത്തെ ഒരു സാധനം. ഖുർആൻ്റെ ഒരു ആയത്ത് പറഞ്ഞാൽ പെട്ടെന്ന് മറക്കും. ഈ ഒരു സാധനത്തെ കണ്ട 9 വർഷമായാലും മറക്കൂല സംഭവം. ഇല്ല അബീവേ ആന്ന് പറയാൻ പറ്റൂലല്ലോ ഉസ്താദിന്. അതേന്ന് പറയാൻ പറ്റൂല, അതാണ് സംഭവം. അൽഹംദുലില്ലാ. അപ്പൊ 2ാമത്തെ വരയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വിളിച്ചോടുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് പറഞ്ഞത് കേട്ടോ. ഇവിടെയും കാണാതിരിക്കൊന്നുമില്ല. എന്തായാലും ഈ വിരുവിരുത്ത സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം. അതുകൊണ്ട് മനസ്സിലാക്കിയ കൊള്ളാം. വാളിന് വരുന്നത് കിളവിമാരപ്പാ വാളിന് വരുന്നത്. ചെറുപ്പക്കാരികൾ എവിടെ വാളിന് വരുന്നത്? എവിടെ വാളിന് വരുന്നത്? ചില ചെറുപ്പക്കാരികൾ കിളവികളാ വരുന്നത്. ഇവരിനി എന്ത് വാള് വെക്കാൻ വയസ്സാം കാലത്ത്? അവർ തസ്ബീഹ് ചൊല്ലി പുറക്കിരിക്കാനല്ലേ, വീട്ടിരിക്കല്ലേ? ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും വാളിന് വരണം. എവിടെ വരുന്നു? ഇന്ന് പോകുമ്പോൾ നോക്ക് എത്ര പേരുണ്ടെന്ന്. 4-5 മക്കളുള്ള തള്ളയായിരിക്കും, അല്ലെങ്കിൽ 3 മക്കൾ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കും. അല്ലാതെ ചെറുപ്പക്കാരികൾ എത്ര പേരുണ്ട്? 7%, 8% കാണുള്ളൂ. അല്ല ഇപ്പം ചാറ്റിങ്ങില്ല പൊരയിൽ വീട്ടിലിരുന്നിട്ട്. പെണ്ണെ നമുക്ക് വാളിൻ്റെ പാദം വിളിച്ചാൽ പരീക്ഷ ഉമ്മയ്ക്ക് അറിയില്ല പരീക്ഷ എന്നുള്ള കാര്യം. ടെസ്റ്റൊക്കെ നടക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. വലിയ 10-12 മണി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഉറക്കൊഴിക്കാൻ പിന്നെ തോറ്റിട്ട് വന്ന് എന്നെ ഇങ്ങനെയൊന്നും പറയരുത്. ഇടയ്ക്ക് ഉമ്മ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി വീട്ടിലോടൊന്ന് പോയി നോക്ക്. അവളിപ്പോൾ ഏത് ടെസ്റ്റാണ് നടത്തുന്നതെന്ന് അറിയാം. വിനോലിൻ വെച്ചിട്ട് ടെസ്റ്റ് നടത്തുമായിരിക്കും. ഏത് ടെസ്റ്റ് നടത്തുന്നുള്ളത് അന്നേരം അറിയാം. നെഗറ്റീവ് വന്ന പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുക. വാളിന് വരുവാന്ന് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ വാള് കേൾക്കണ്ട, വല്ലാഹി സത്യം കേൾക്കണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. ലൈവ് നാളെ മുതൽ കാണാം. ഇന്ന് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ടാക്കിച്ചത്. ഇതൊക്കെ ഇനി വല്ലവരും കേട്ടിട്ട് എന്നെ എങ്ങാണ് ഹൽക്ക് പിടിച്ച് ഞങ്ങളും വല്ലതും വരുമോ? ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹ് എന്നെ വലിയ അള്ളാഹു നസൽക്ക് തകത്തോട് ഞാൻ എല്ലായിടത്തും ഇത് പറയും. നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറയണ്ടേ? പിന്നെ ആരാ പറയത്? നമ്മളല്ലേ പറയണ്ടേ? നമ്മൾ പറയണമല്ലോ ഇത്. അല്ലാഹ് പടച്ചവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആരോ ഒരു ചെറുപ്പക്കാരൻ പോയി ചോദിച്ചു പോലും, നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റുമോ? അത് കാണാൻ വല്ലതും കൊള്ളുന്ന സൈസ് വേണ്ടേ അടിച്ചു മാറ്റാൻ? നമ്മളിവിടെ അടിച്ചു മാറ്റി നമ്മൾ ഉള്ള ഇതും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ നമ്മളിവിടെ കൊണ്ടിട്ട് അടിച്ചു മാറ്റാൻ ആകപ്പാട് കൊള്ളാവുന്ന സാധനത്തിന് അമേരിക്കയിലും ഫ്രഞ്ചിലും കയറ്റി വിട്ടിരിക്കുക. ഈ ബാക്കിയുള്ള സാധനമൊക്കെ എവിടെ ഉള്ളത്? ഹയർ എന്തുവാകട്ടെ. എന്തായാലും ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മുടെ പരിശുദ്ധമായ ശരീഅത്താണ്. നല്ലപോലെ മനസ്സിലായിക്കോ. നമുക്ക് അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത് നമ്മൾ മുസ്ലിമുകളായി. അൽഹംദുലില്ലാഹ്. ഓരോ മതക്കാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു. നമ്മളതൊന്നും പറയുന്നില്ല, നമ്മൾ അവരെ കുറ്റമൊന്നും പറയില്ല, ഒരിക്കലും കുറ്റം പറയല്ല. മുസ്ലിം പെണ്ണിനെ ഹിന്ദു പെണ്ണിനെ ഒരു മുസ്ലിമാണ് സ്നേഹിച്ചെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ. ഇപ്പോൾ ചുട്ടുകൊന്നുണ്ടോ ഒരുത്തന്നെ രാജസ്ഥാനിൽ പ്രേമിച്ചെന്നും പറഞ്ഞിട്ട് അള്ളാഹു ആലം. അപ്പം നമ്മുടെ എത്ര പെണ്ണുങ്ങൾ പോകുന്നു. അപ്പം അതൊക്കെ ഒരു പ്രേമവും മറ്റു കാര്യങ്ങളുമായിരിക്കും. എന്തുമാകട്ടെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സഹോദരിമാർ നമ്മൾ മുസ്ലിമീങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ആസിയ ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്?
മാഷിത്ത ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്? അവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? സ്വർഗത്തിലാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പറയുകയല്ല, കണ്ടു, നേരെ കണ്ടു. ആസിയ ബീവിക്ക് വേറൊരു ശ്രേഷ്ഠത ഉണ്ട്, അറിയാമോ? എന്താ അറിയാം, പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു തആല അന്ന ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഖദീജ ബീവി മരിക്കാൻ കിടക്കുകയാണ്. ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മൗത്ത്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിനോടടുത്ത സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയുകയാണ്, യാ ഖദീജ ഇദാ ലഖീതി ലറായിറകി ഫഅഖറഈഹിന്ന അസ്സലാം മിന്നി അസ്സലാം. നീ എൻ്റെ തോഴിമാരെ സ്വർഗത്തിൽ കാണുമ്പോ എൻ്റെ സലാം നീ അവർക്ക് പറയണേ ഖദീജ. എൻ്റെ സലാം പറയണത് മരിക്കാറായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഖദീജ ബീവിയോട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോ എൻ്റെ സലാം നീ പറയണം എൻ്റെ തോഴിമാരോട്. ഉടനെ ഖദീജ ചോദിക്കുകയാണ്, ഹൽ തസവ്വജത ഖബ്ലി യാ റസൂലല്ലാഹ്, എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നോ യാ റസൂലല്ലാഹ്? എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ നബിയെ? ഞാനല്ലേ ആദ്യത്തെ ഭാര്യ, എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ? ഉടനെ നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല ഖദീജ വലാകിൻ സവ്വജനി അല്ലാഹു ആസിയത ബിൻത മുസാഹിം വമറിയം ബിനത ഇമ്രാൻ വകുൽസുമ ഉഖ്ത മൂസ. നാളെ സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരുന്ന 3 മഹദിമാരുണ്ട്. അല്ലാഹു അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഖദീജ അതിലൊന്ന് ആസിയ ബീവിയെയാണ്. ഭാഗ്യം. ആസിയ ബീവിയെയാണ്. 2 മറിയം ബീവിയെയാണ്. 3 മൂസാ നബിയുടെ സഹോദരിയായ കുൽസുമിനെയാണ്. ഇവര് 3 പേരെയും എനിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ വിവാഹം കഴിപ്പിച്ചു തരും ഖദീജ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇല്ലേ ഉസ്താദേ? പെണ്ണുങ്ങളൊക്കെ ദ്വാരക്കും, പണ്ടത്തെ ഉമ്മമ്മമാരൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ നബി തങ്ങളുടെ തൃക്കല്യാണം കാണാൻ തൗഫീഖ് തരണേ അല്ലാ എന്നൊക്കെ പറയാറില്ലേ ദ്വാരക്കുമ്പോ? ഇല്ലേ? തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ 3 പേരെ നബി തങ്ങള് അല്ലാഹു തആല കല്യാണം കഴിപ്പിച്ചെടുക്കും. ഈ 3 പിന്നെ മഹദിമാരെ. അതിൽ ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ട്, മറിയം ബീവി ഉണ്ട്, കുൽസും ഉഖ്ത മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരിയെയും ഉണ്ട്. ഇനി അതൊക്കെ എന്തിനാണല്ലോ ചരിത്രം, അത് വേറെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. കുടുംബജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേറെ എങ്ങോട്ടൊക്കെയോ പോയി സംഭവം. വണ്ടി നേരെ ചാവക്കാട്ടേക്ക് പോകേണ്ട വണ്ടി അഴീക്കോടേക്ക് തിരിഞ്ഞു, അതാണ് ഇപ്പോൾ പ്രശ്നം. ഇനി തിരിച്ച് ചാവക്കാട് ഹൈവേയിൽ കൊണ്ട് തിരിച്ച് കയറ്റണം. അപ്പം 3ാമത്തെ വരയിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞത്? മറിയം ബിനത്ത് ഇമ്രാൻ. മറിയം ബീവി സ്വർഗത്തിലാണ്. മറിയം ബീവി സ്വർഗത്തിലാണ്. എന്താ കാരണം? അതൊക്കെ പഠിക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾ ആവശ്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒളിച്ചോടി പോകുന്ന സാധനം പോലെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്നെങ്കിലും മനം മാറിയാൽ അത്രയായില്ലേ? واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്, മറിയം ബീവിയുടെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. മറിയം ബീവിയുടെ സന്ദേശം നബിയെ അങ്ങ് അയവിറക്കണേ. എന്താണ് സംഭവം? മറിയം ബീവിയുടെ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജലരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരമുണ്ടാക്കിയിട്ട് തനിച്ചു ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരിയായ പെണ്ണ് താമസിക്കുകയാണ്. ഒറ്റയ്ക്ക് ആരില്ല. നമ്മളെ മനസ്സിലാക്കണ്ടേ? അപ്പൊ ആരും വരും അവിടെ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാവുക, തോന്നുക മനസ്സിൽ. അത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ. ബഹുമാനപ്പെട്ട മറിയം ബീവി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്.
ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരനായ പുരുഷന്റെ രൂപത്തില്, മനുഷ്യന്റെ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ കൂടാരത്തിലേക്ക് നിയോഗിക്കുകയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ലൈനടിക്കാൻ വന്നു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവിക്ക് അറിയില്ല ജിബ്രീലാണെന്നുള്ള കാര്യം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, അങ്ങനല്ലേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോകും. സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന പോക്ക് കാണുമ്പോൾ ആ സലാമിൽ അറിയാം കാസറ്റ് വലിയുന്ന പോലൊരു വലിച്ചില്. മറിയം ബീവിയോട് സോപ്പിടാൻ വേണ്ടി മറിയം ബീവി എടുത്ത വായിൽ പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. മാറിപ്പോടാ, അല്ലാഹയെ പേടിക്കുന്നവരാണെങ്കിൽ എന്റെ മുന്നിൽ മാറിക്കണം. ഞാൻ അല്ലാഹയെ ഭയപ്പെടുന്നവളാണ്. അല്ലാഹുവെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. മാറ്. ആളിന്റെ സ്വഭാവമൊക്കെ മാറുന്നെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൂതനാണ്, ഞാൻ ദൂതുമായിട്ട് വന്നതാണ്. അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ദൂതനാണ്. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ ഞാൻ നോക്കിയതാണ്. എനിക്കാണോ വലം യംസസ്നി ബഷർ വലമക്ക് ബഗിയ, ഞാനൊരു പിഴച്ചോളുമല്ല, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്കിനി ഒരു ആൺകുട്ടി ഉണ്ടാവുക? അതാണ് അള്ളാന്റെ തർത്തീബ്. അള്ളാന്റെ തർത്തീബ് അങ്ങനെയൊക്കെ തന്നെയാണ്. പടച്ചവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവൻ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മക്കളെ തരും, എങ്ങനെ വേണമെങ്കിലും തരും. അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ്. എന്നിട്ട് ട്യൂബ് ശിശു, ആ ശിശു അവിടുന്ന് കുറച്ചെടുത്ത് അവൻ്റെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് അവളുടെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് രണ്ടും കൂടെ ഒരു ട്യൂബിനകത്താക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസിട്ട് അത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് 2 ദിവസം കൊണ്ട് അതിനകത്ത് കുറച്ച് പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 3-ാമത്തെ ദിവസം കുഞ്ഞായിട്ട് പുറത്തേക്ക് വരും. അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പേര് ടെസ്റ്റ് ട്യൂബ്, കുഷ് ട്യൂബ് അതൊക്കെ പറയും. ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബിബി ഒറ്റ ഊത്തിൽ വയറ് ഡ്രുമെന്നും പറഞ്ഞ് വീർക്കുകയും ചെയ്ത സംഭവം. കാറ്റ് കയറി വീർത്തല്ല കേട്ടോ, ഒരു ഊത്ത് ഊതിയപ്പോഴത്തേക്ക് ഗർഭിണിയായെന്ന് അർത്ഥം. ഒരു കാറ്റിലൂടെ മറിയം ബീവിക്ക് അല്ലാഹു തആല ജന്മം നൽകിയെങ്കിൽ ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ മറിയം ബീവി ഓടിച്ചു വിട്ടു. അപ്പൊ ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഒരു മസല പറഞ്ഞുതരാം. അന്യ സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടിൽ, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പുരുഷന്മാരില്ലാത്തപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ആ വീട്ടിലുള്ള പുരുഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇച്ചിരി ഗൗരവത്തോടുകൂടി സംസാരിക്കണം. അയാൾ ഇവിടെ ഇല്ല, അയാൾ പിന്നെ ചാവക്കാട്ട് കടപ്പുറത്ത് പോയിരിക്കാൻ, നിങ്ങൾ പോയിട്ട് പിന്നെ വൈകിട്ട് വന്ന് വിളിക്കും, പള്ളിയിൽ വാതിന് വരും, അന്നേരം കണ്ടാൽ മതി. എന്തൊരു സാധനടാപ്പാ ഇത്, ഇങ്ങനെ സംസാരിക്കും. ഞാൻ അബൂബക്കർ സാഹിബ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, ഇത്ര കടുപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇച്ചിരി കട്ടിക്ക് പറയുമ്പം മൂപ്പിൽ അവിടെ ചമഞ്ഞ് ഞാൻ നിൽക്കൂല, ചുരണ്ടി നിൽക്കൂല. ഇത് സാധനം വേറെ സാധനമാണ് മോനെ, ഇവിടെ അങ്ങാൻ നിന്നാൽ അടി കൊണ്ട് ഓടേണ്ടി വരും, നമുക്ക് വണ്ടി വിടാന്ന് പറയും. യാ അല്ലാ, പെട്ടെന്ന് വണ്ടി വിടാൻ അല്ലേ? അല്ലേ? അതല്ല, ബെല്ലടിച്ച് ക്ലിങ് അടിച്ച് താത്ത ഇറങ്ങി വന്ന്, ആരാ? അബൂബക്കർ. അയ്യോ ഇല്ലല്ലോ, എപ്പോഴും ഇത്രയും നേരം ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഇച്ചിരി ദൂരം നിന്നാ. അല്ലോ കയറിയിരിക്കും, വെള്ളമെല്ലാം കുടിച്ചിട്ട് പോ. അയ്യോ, വെള്ളവും കുടിച്ച് നമ്പർ മേടിച്ച് വാട്സപ്പ് മേടിച്ച് അവസാനം അമ്മക്ക് പെണ്ണും പിള്ളേ കിട്ടൂല. അവസാനം എൻ്റെ സോപ്പിട്ട് അങ്ങനെ സംസാരിച്ച് ഒറ്റയ്ക്കൊരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ എന്തിനാ അന്യപുരുഷനെ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കേണ്ട ആവശ്യം എന്താ? പോയി കടയിൽ പോയി സോഡ മേടിച്ച് കുടിക്കട്ടെ മനുഷ്യ. നീ ഇപ്പം പിടിച്ച് വെള്ളം കൊടുക്കണോ? അല്ല, എൻ്റെ ഇക്ക വരുമ്പോൾ ദേഷ്യപ്പെടാൻ വന്നിട്ട് നീ വെള്ളം കൊടുക്കാത്ത, അങ്ങനെ ദേഷ്യപ്പെട്ടോ പ്രശ്നമൊന്നുമില്ല. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എടുക്കുന്നത് എന്ത് അബൂബക്കർ ഉസ്താദ് ഉണ്ടോ? അല്ല, അവള് അയ്യോ ഇല്ല, എവിടുന്നൊരു ഞാൻ അഴീക്കോട് ജെട്ടിന്ന് വരുന്ന എന്നാ ഇരിക്കും വെള്ളം കുടി എന്നൊക്കെ പറഞ്ഞാൽ ആ ചങ്ങാതി അവളുടെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഞാൻ വാത് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആരും കാണുമല്ലോ സംഭവം. അല്ലേ? പോയില്ല സംഭവം. അത് തങ്ങളുടെ മോളാണ്, തങ്ങളുടെ ഭാര്യയാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണ്, ഔലിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞില്ല. ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മൊയിലാർ കരഞ്ഞുകൊണ്ട് പറയുന്നു, പാവ എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭയങ്കര വിഷമം. പെരിന്തൽമണ്ണ കേട്ടോ. അല്ലാ, അത് കേട്ട് എനിക്ക് എന്ത് വിഷമായി പോയി റബ്ബേ. ഒളിച്ചോടിപ്പോയി ഒരു ഭാര്യയും ഒരു 11 വയസ്സുള്ള ഒരു മോനും. ഉസ്താദ് പെരിന്തൽമണ്ണ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പള്ളിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവളുമാർക്ക് മസാല ദോശയും പൂരിയും ഇഡ്ഡലിയൊക്കെ കൊണ്ട് കൊടുത്തതിൻ്റെ അഹങ്കാരം കൊഴുപ്പല്ലേ ഇത്? അല്ലേ?
ആ ചങ്ങാതി വലിയ കാര്യത്തിൽ വ്യാഴാഴ്ച ബാഗും ഒക്കെ എടുത്തിട്ട് രാത്രി മസാല ദോശ മേടിച്ചുകൊണ്ട് പോയതാ. ഇന്ന് രാത്രി ഒരു മഹബത്തും ഒരു സുഹബത്തും ഇന്ന് രാത്രി അമ്മക്ക് ഫൈറ്റാന്നും പറഞ്ഞ് പോയതാ. ആള് ഹിജറ പോയി. സംഭവം എന്തേ സംഭവം? ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ വലിയ ഗേറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ. സംഭവം കറണ്ട് അടിക്കും അതിനകത്ത് തുറന്ന. അത് ഞാനിപ്പോൾ അതിരാത്രിയൊക്കെ പോയിട്ട് വരുമല്ലോ. സംഭവം നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സ് ചിലപ്പോൾ കാണില്ല, പക്ഷേ ഇത് വശീകരണ ശക്തി ഒരു വല്ലാത്ത ശക്തിയാണ്. ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഇടങ്ങാറാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് മതി അങ്ങ് വീടാൻ. ഏത് വാക്കെന്നറിയില്ല, അതൊന്ന് കാണാൻ പഠിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു സംഭവം. ചില പെണ്ണുങ്ങൾക്ക് ആ ചെറിയൊരു വാക്ക്. അമീനെ നിനക്കറിയോടാ അത്? അല്ല, നീ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പരിചയമുള്ള ആളല്ലേ. അപ്പം ഇങ്ങനെ അതങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും. അങ്ങനെയല്ലേ ഈ പോകുന്നത്. എന്നിട്ട് പറയും എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പ സ്നേഹിക്കുന്നില്ല, ഉമ്മ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആ സ്നേഹം തന്നത് രമേശേട്ടനാണ്, രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നെന്ന്. രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നു. എന്താ വലിയ സ്നേഹമായിപ്പോയി. ഉപ്പ സ്നേഹിച്ചത് ഉപ്പ ഇപ്പം രമേശേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഉപ്പ ഈ 10-13 വയസ്സുള്ള മോളെ പിടിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ മോളെ സഫ്ന, ഐ ലവ് യു സഫ്ന എന്ന് പറഞ്ഞ് വാപ്പ ഇപ്പം മോളെ പിടിച്ച് വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണോ സ്നേഹം? എന്ത് സ്നേഹം ഇത്? പണ്ടാരടങ്ങാൻ ഇവളെ അടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ച് സ്നേഹിക്കാൻ പറ്റും നമുക്ക്? സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വാപ്പ അവളെ സ്നേഹിക്കുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അവൾക്ക് എന്താ ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ ചെറുപ്പം മുതലേ മോളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വാപ്പന്മാർ. മോളെ അപ്പച്ചേക്ക് വരുമ്പോൾ ഉമ്മ ഐ ലവ് യു, മോളെ പറ ഐ ലവ് യു, സ്നേഹിക്കുന്നു. അപ്പം ചെറുപ്പം മുതലേ ഐ ലവ് യു കേട്ട് വളർന്നാൽ കോളേജ് ക്യാമ്പസിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത ഐ ലവ് യു എന്ന് വിളിച്ചാൽ പേടാ എൻ്റെ വാപ്പ എന്നും പറയുന്ന വാക്ക് ഐ ലവ് യു, എൻ്റെ ഒരു ഐ ലവ് യു, ഒരു പൊളിച്ചൊരു ഐ ലവ് യു പേടാ എന്ന് നിസ്സാരമായിട്ട് തള്ളും. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്താൽ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച് വാപ്പ ആ സ്നേഹം കവർന്നെടുക്കണം. അപ്പം മകളെ സ്നേഹിക്കേണ്ടതിനും ഭാര്യയെ സ്നേഹിക്കേണ്ടതിനും ഉമ്മയെ സ്നേഹിക്കേണ്ടതിനും സഹോദരിയെ സ്നേഹിക്കേണ്ടതിനൊക്കെ അതിനൊക്കെ ഓരോ ദർജകളല്ലേ, അതിനൊക്കെ ഓരോ പദവികളല്ലേ. മകളെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയെ സ്നേഹിക്കുന്നതിന് മകളെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ മോളെന്ന് വിളിക്കും. ഏതടിസ്ഥാനത്തിലെ മോളെന്ന് വിളിക്കും? ഏത് വകയിലെ മോളാ അവള്? ഇല്ല ഉസ്താദേ, ഉസ്താദ് വിളിക്കാറില്ലല്ലോ. സ്നേഹം അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ മോളെ. ഏത് മോള്? അപ്പം നിന്നെ മറ്റേ മോളോ കൂടെ ഉള്ളതാ? അങ്ങനെ മോളെ ഒന്നും വിളിക്കാൻ പാടില്ല. ഏയ് ഐഷ റളിയല്ലാഹു അൻഹ എന്ന നബിതങ്ങൾ യാ ബുനയ്യ, എൻ്റെ മോളെ വിളിച്ച ചരിത്രമില്ല. ഐഷ റളിയല്ലാഹു അൻഹ നബിതങ്ങൾ യാ ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്. വെളുത്തവളെന്ന്. നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തവളാണ്. അപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെല്ലപ്പേര്, ചക്കരപ്പേര് യാ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട്. ഹുമൈറ. ഏതെങ്കിലും ഗർഭിണി പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഈ പേരിട്ടോ. പ്രസവിക്കുമ്പോൾ പെണ്ണാണെങ്കിൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ച വിളിയാണ്. എന്ന് പറഞ്ഞാൽ നല്ല ബൈളാ ഉൽ ബഷറ, നല്ല വെളുത്ത ശരീരമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നു. ഖുദൂ മിൻ ശത്രി ദീനിക്കും മിനൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദീനിൻ്റെ ഒരു ഭൂരിഭാഗം നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിച്ചോളീൻ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയിൽ നിന്ന് പഠിച്ചോളീൻ. നല്ല ബുദ്ധിമതിയായിരുന്നു. കാനത്തെ ആഖിലത്തൻ ഹാദത്തൽ മിസാഹ്, നല്ല തമാശക്കാരിയാണ്. ഷദീദത്തൽ ഖളബ്, അതേപോലെ ദേഷ്യക്കാരിയായിരുന്നു. സഹിലത്തൽ ഇഷാറ, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, ആയിഷ ബീവി ഇത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ആയിഷ ബീവി. നല്ല ബുദ്ധിമതിയാണ്, വലിയ ബുദ്ധിമതിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കാം. അതല്ലാതെ കണ്ടുള്ള വിളിയുണ്ടല്ലോ, നല്ലതല്ല. വേറെയൊക്കെ വിളിക്കാം, നല്ല ചില പേരൊക്കെ ഇട്ട് വിളിക്കാം. ചക്കരയെന്നോ കരളയെന്നോ ഒക്കെ വിളിക്കാം. പോത്തേന്ന് വിളിക്കരുത്, അത് ശരിയല്ല. അതൊരു പന്ന പരിപാടിയാണ്, പോത്തെ എന്നുള്ള വിളി. അത് നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ പെണ്ണുമ്പിള്ളമാരെ വിളിക്കുന്ന ഒരു വിളിയാണ് പോത്തെ, കഴുതേ. വലാ തുഖബ്ബിഹ്, നീ മോശമായ പേര് കൊണ്ട് നിന്റെ ഭാര്യയെ വിളിക്കരുതേ. ഒരു ചരിത്രത്തിൽ ഒരു അച്ചായൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. 3 പേര് ഫാമിലി, ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഫാമിലികൾ കറങ്ങാൻ പോയി. അങ്ങനെയാണല്ലോ, കറങ്ങാൻ പോകുമ്പോൾ നമ്മളങ്ങനെ മിങ്കിളിങ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഓരോരോ സാധനങ്ങൾ. ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളമ്പി വെച്ച് തിന്നാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങനെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലിയിലെ പെണ്ണ് ഭാര്യയോട് ഒരാൾ പറഞ്ഞു അതിങ്ങെടുക്ക് ചക്കരയെന്ന് പറഞ്ഞു. ഓഹ്, എന്തോ ഇഷ്ടപ്പെട്ട വാക്ക്. രണ്ടാമത്തെ ഫാമിലി പറഞ്ഞു അതിങ്ങെടുക്ക് എൻ്റെ കരളെന്ന്. കരൾ റോസ്റ്റായിരുന്നു സാധനം.
ഈ മുസ്ലിം ഇരിക്കുന്ന പോത്ത് മിണ്ടുന്നില്ല, അവൻ ഇന്നിരിക്കാൻ തിന്നല്ലേ, അതിങ്ങോട്ട് ഇതിങ്ങോട്ട് അതിങ്ങോട്ട് ഇതിങ്ങോട്ട്. ഇപ്പം ഇടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു, എന്തൊരു മനുഷ്യനാ, അതെൻ്റെ ചക്കരയെന്നും കരളയെന്നൊക്കെ വിളിക്കുന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ചൂടെ, എന്നാ ബീഫ് ഇങ്ങോട്ട് പോത്തേ. അത് പ്രശ്നം. അപ്പം വിളിച്ചില്ലേ, ഇതല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന വിളി, പോത്തെ എരുമ കഴുത. കഷ്ടം. റസൂലുള്ളാഹി പറഞ്ഞു, വലാ തുഖബ്ബിഹ, അവൾക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുകൊണ്ട് അവളെ വിളിക്കരുത്. നിവേദങ്ങൾ എത്ര നല്ല പേരിട്ടാണ് വിളിച്ചേ. അപ്പം നമുക്ക് അവളെ അങ്ങനെ വിളിച്ചുകൂടെ, അങ്ങനെ ഒരു നല്ല വാക്കിട്ട് അവരെ വിളിച്ചുകൂടെ, അതല്ലേ നല്ലത്. ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കണം, അപ്പോൾ നല്ല വിളിയൊക്കെ വരും. അല്ലെങ്കിൽ വേറെ വിളിയുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ വിളികൾ, ആ വിളികളായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാർ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടുന്നത്, അത് മനസ്സിലാക്കണം ഭാര്യ. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവും. സമയത്തിന് വിളമ്പി വെച്ചേക്കണം. എൻ്റെ ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോരും വെള്ളമാണ് ആൾ കുടിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, പ്രഷർ കയറും. 170 അത് സാധാരണ കുഴപ്പമില്ല, ഒരു 350 ചാടി അങ്ങോട്ട് കയറും. അപ്പോഴേ മോരും വെള്ളം റെഡി, ഇക്ക എന്ന് വിളിച്ചാൽ മോരും വെള്ളം അവിടെ റെഡി. വസ്ത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കൊടുക്കണം കൃത്യസമയത്ത്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കും, പിന്നെ വസ്ത്രം കഴുകരുതെന്ന് ഉസ്താദന്മാർ പ്രസംഗിക്കുകയും ചെയ്യും, ഞങ്ങളുടെ ജോലി അതല്ല, പെണ്ണുങ്ങളുടെ ജോലി വസ്ത്രം കഴുകലല്ല, ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉസ്താദെ വസ്ത്രം കഴുകി കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കേണ്ട മസല. എൻ്റെ വസ്ത്രമൊക്കെ എൻ്റെ ഭാര്യ കഴുകി തരുന്നത്, അതിനനുസരിച്ച് പൈസയും ചോദിച്ചു വാങ്ങും കേട്ടോ, അത് വിഷയം വേറെ. പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവില്ല, എത്ര പൈസ കൊടുത്താലും മതിയാവില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന എത്ര പൈസ ആയാലും എത്ര സദഖായാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് വലിയ കൂലിയാണ്. കൊടുക്കാത്ത ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റാൻ അനുവാദമുണ്ട്. ഹദീസ് ഓതട്ടെ, ഓതണോ? അത് ഹദീസ് പോയ ആകപ്പാട് 150 രൂപയുള്ള ആ പേഴ്സിൽ അതിന്നങ്ങാണ് ഈ ഹദീസും കേട്ട് രാത്രി അവിടെ കൊണ്ട് തൂക്കിയിട്ടാൽ ഇവള് രാത്രി പോയിട്ട് അടിച്ചു മാറ്റിയാൽ രാവിലെ വട്ടച്ചെലവിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കാണുകയില്ല സംഭവം.